നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. May I come in, Daddy? എന്താ ഡാഡി? ഡാഡിയുടെ മുഖത്തെന്തോ വിഷമമുണ്ടല്ലോ. ഡാഡി, നിനക്ക് കഴിവും കാര്യപ്രാപ്തി ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ ഈ കമ്പനി നിന്നെ ഏൽപ്പിച്ചത്. ഞാൻ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന കമ്പനി നീ കാരണം നശിച്ചുപോയി എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഡാഡി എന്താ പറയുന്നത്? കമ്പനി ഞാൻ നശിപ്പിച്ചെന്നോ? നീ അറിഞ്ഞിട്ടുണ്ടാവില്ല, നീ ഒന്നും അറിയുന്നില്ല. അതാണ് നിന്റെ പ്രശ്നം. നിന്റെ ശ്രദ്ധ ബിസിനസ്സിലല്ല, മറ്റു പലതിലുമാ. ഡാഡി, 10 വർഷം നമ്മുടെ കൂടെ നിന്ന കസ്റ്റമർ ഓർഡർ ക്യാൻസൽ ചെയ്ത് മെറ്റീരിയൽസ് തിരിച്ചെടുക്കാൻ പറഞ്ഞ് നമ്മളുമായിട്ടുള്ള ബിസിനസ് എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുന്നു. നീ അറിഞ്ഞില്ലല്ലോ. കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ നീ സമ്മതിച്ചത് ബിസിനസിനോടുള്ള നിന്റെ താല്പര്യം കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത്. ബിസിനസിനോടുള്ള താല്പര്യം കൊണ്ടല്ല, പാർവതിയോടുള്ള താല്പര്യം കൊണ്ടാണ് നീ കമ്പനിയിൽ വരുന്നതെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ഡാഡി, എന്റെ തെറ്റ് തന്നെയാ. ഞാൻ എന്റെ ചോരയും നീരും കൊടുത്ത് കെട്ടിപ്പൊക്കിയ സ്ഥാപനം ഇത്. കമ്പനി എന്നല്ലാതെ മറ്റൊരു ചിന്ത ഉണ്ടായിരുന്നില്ല എനിക്ക്. എത്രയോ വർഷങ്ങൾ ഞാൻ വിശ്രമം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഊണും ഉറക്കവും ഇല്ലാതെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന കമ്പനിയാ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത്. ഡാഡിയുടെ വിയർപ്പിന്റെയും സ്വപ്നത്തിന്റെയും വിലയറിയാത്ത മകന്റെ കയ്യിലാ ഞാനത് ഏൽപ്പിച്ചു തന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലാതെ പോയി. എന്റെ തെറ്റ് തന്നെയാ. ഇന്ന് കമ്പനിക്കുണ്ടായ നഷ്ടം എത്രയാണെന്ന് നിനക്കറിയോ? 1 കോടി രൂപ. 1 കോടിയോ? എങ്ങനെയാണെന്ന് നിനക്ക് അറിഞ്ഞൂടല്ലേ? നീ കാരണം, നിന്റെ കെയർലെസ് കാരണം. ഡാഡി, കമ്പനിയിൽ വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാതെ, ഒന്നും ആലോചിക്കാതെ നീ പാർവതിയുടെ നാട്ടിൽ പോയില്ലേ? അത് കാരണമാ കമ്പനിയിൽ ഈ നഷ്ടം ഉണ്ടായത്. അറിയോ നിനക്ക്? 1 കോടി രൂപ. നിനക്കത് ചെറിയ എമൗണ്ട് ആയിരിക്കും, പക്ഷേ 1 കോടി രൂപ സമ്പാദിക്കാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടെന്ന് നിനക്കറിയാമോ? നിനക്ക് 5 വയസ്സാകുന്നവരെ ഞാൻ നിന്റെ മുഖം ശരിക്കൊന്ന് കണ്ടിട്ട് പോലുമില്ല. നിന്റെ മമ്മിക്ക് വേണ്ടത്ര കെയർ നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. രാത്രിയും പകലും, ഓണത്തിനും ദീപാവലിക്കും എന്നും. അങ്ങനെയാ എന്റെ കമ്പനിയെ ഇന്ന് കാണുന്ന രീതിയിൽ ഞാൻ വളർത്തിയെടുത്തത്. അതൊന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ല. എനിക്ക് പണത്തിന്റെ മെത്തയിൽ കിടന്നുറങ്ങാൻ വേണ്ടിയായിരുന്നില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ എന്റെ നല്ല പ്രായം മുഴുവൻ വിശ്രമമില്ലാതെ ഓടി നടന്നത്. പക്ഷേ എന്റെ അധ്വാനത്തിന് ഒരു വിലയില്ലാതായിപ്പോയി. നീ കാരണം എന്റെ കഷ്ടപ്പാടുകൾക്ക് ഫലമില്ലാതായിപ്പോയി. വർഷങ്ങൾ കൊണ്ട് ഞാൻ നേടിയെടുത്ത എന്റെ കമ്പനിയുടെ ഗുഡ്വിൽ കുറച്ച് ദിവസം കൊണ്ട് നീ നശിപ്പിച്ചു കളഞ്ഞു. സോറി ഡാഡി, ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. നിന്നോടുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. എന്റെ കമ്പനി എങ്ങനെ നടത്തിക്കൊണ്ട് പോണെന്ന് എനിക്കറിയാം. ഇനി ഞാൻ നടത്തിക്കോളാം. ഡാഡി, റിയലി സോറി ഡാഡി. പ്ലീസ് ഡാഡി.
പ്രിയ, എന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആദ്യ കാഴ്ച തന്നെ എന്റെ മനസ്സിൽ കയറി പറ്റിയ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അത് വേറെ ആരുമല്ല,